എത്രയും ദയയുള്ള മാതാവേ, ഞങ്ങളെ നിത്യവും കാക്കേണമേ. ഉണ്ണി മിശിഹായെ പാലിച്ച കൈകളാൽ വേദന നീക്കേണമേ, വേദന നീക്കേണമേ. കന്യാമറിയമേ വിണ്ണിലെ രാജ കന്യകേ ദൈവമാതാവേ, കന്യകേ ദൈവമാതാവേ. ലോകരക്ഷകനായ യേശുവിനെ താരാട്ടുപാടി ഉറക്കിയ കരങ്ങൾ, പരിശുദ്ധ കന്യാനാഥയുടെ ആ നല്ല അമ്മയുടെ കരങ്ങളിൽ അഭയം തേടുന്ന മക്കൾ വളരും. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹ പരിലാളനങ്ങളേറ്റ് അമ്മയാണ് കുഞ്ഞുങ്ങളെ വളർത്തുക, അമ്മയാണ് പരിപാലിക്കുക. സ്വർഗം പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ സർവ്വ മക്കളെയും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ഈ നല്ല അമ്മയുടെ കരങ്ങളിൽ നമുക്ക് അഭയം തേടാം. അമ്മയുടെ കരങ്ങളിൽ വലിയ സംരക്ഷണത്തിൻ്റെ കവചം ധരിപ്പിച്ച് അമ്മ സുഹൃതങ്ങൾ അണിയിക്കും നമ്മളെ. അമ്മ നമ്മളെ പരിപാലിക്കും, അമ്മ നമ്മളെ വഴി നടത്തും. അമ്മയ്ക്ക് സ്നേഹത്തിൻ്റെ ഗീതങ്ങൾ ആലപിച്ച് നമുക്ക് സ്നേഹപ്പൂമാലകൾ നൽകാം. ഒന്ന് ചേർന്ന് പാടാം. ദീപം കൊളുത്തിയ സ്നേഹമാതാവേ, ദൈവമാതാവേ. അമ്മേ അമ്മേ ദൈവമാതാവേ, മണ്ണിൽ സുവിശേഷ ദീപം കൊളുത്തിയ സ്നേഹമാതാവേ, ദൈവമാതാവേ. അഭയമായി നീ വരണേ, അനുഗ്രഹം നീ തരണേ, മഹിയിലെങ്ങും വചനമേകാൻ തുണയായി നീ വരണേ. അഭയമായി നീ വരണേ, അനുഗ്രഹം നീ തരണേ, മഹിയിലെങ്ങും വചനമേകാൻ തുണയായി നീ വരണേ. കറകൾ നിറഞ്ഞ പാരിനെ വിശുദ്ധമാക്കിയിടാൻ സ്വയമേ ബലിയായി തീർന്ന നാഥനു സാക്ഷികളായിടാൻ
സ്വയമേ ബലിയായി തീർന്ന നാഥനു സാക്ഷികളായിടാൻ ഉലകിതിലുലയും ജീവിതയാനം നേർവഴിയെ നീക്കാൻ ഒരുങ്ങി വരുമി ദാസരിലമ്മേ കനിവിൻ കൃപ ചൊരിയൂ. അമ്മേ അമ്മേ ദൈവമാതാവേ, മണ്ണിൽ സുവിശേഷ ദീപം കൊളുത്തിയ സ്നേഹമാതാവേ, ദൈവമാതാവേ. സഭയിൽ നിറഞ്ഞ ദൈവിക ചൈതന്യം പകരാൻ തുണയായണയും പരിശുദ്ധാത്മവരങ്ങൾ കൈക്കൊള്ളാൻ. ആദിമസഭയിൽ നിറഞ്ഞ ദൈവിക ചൈതന്യം പകരാൻ തുണയായണയും പരിശുദ്ധാത്മവരങ്ങൾ കൈക്കൊള്ളാൻ. മനമിതിലുണരും ഭയമകലാനായി പ്രാർത്ഥിച്ചിടണമേ. തവ തിരുമുൻപിൽ വരുമിവരിൽ നീ നിൻ ഭാവം തരണേ. അമ്മേ അമ്മേ ദൈവമാതാവേ, മണ്ണിൽ സുവിശേഷ ദീപം കൊളുത്തിയ സ്നേഹമാതാവേ, ദൈവമാതാവേ. അഭയമായി നീ വരണേ, അനുഗ്രഹം നീ തരണേ. മഹിയിലെന്നും വചനമേകാൻ തുണയായി നീ വരണേ. അഭയമായി നീ വരണേ, അനുഗ്രഹം നീ തരണേ. മഹിയിലെന്നും വചനമേകാൻ തുണയായി നീ വരണേ. അമ്മേ അമ്മേ ദൈവമാതാവേ, മണ്ണിൽ സുവിശേഷ ദീപം കൊളുത്തിയ സ്നേഹമാതാവേ, ദൈവമാതാവേ. നിഹാൽ, നേഹ ചേച്ചിയും അനുജനും അല്ലേ? മണ്ണിൽ സുവിശേഷ ദീപം കൊളുത്തിയ പരിശുദ്ധ അമ്മ. ഒരു വലിയ ആഴമായ അർത്ഥമാണ് ഇവിടെ നിങ്ങൾ പാടി പ്രകീർത്തിച്ചത്. ഭൂമിയിൽ സദ്വാർത്തയായി വചനം ഉദരത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ചു. ആ വചനത്തെ ലോകത്തിന് പ്രദാനം ചെയ്തു. ദൈവപുത്രനായി അവതരിച്ച ഈശോ സുവിശേഷം ലോകം മുഴുവൻ നൽകി. ആ സുവിശേഷ ചൈതന്യത്തിൻ്റെ നിറവിൽ ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികളോളം ആ ഈശോയിൽ നിന്നുള്ള പ്രകാശം ഏറ്റുവാങ്ങി ശിഷ്യഗണങ്ങൾ നീങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ ഓരോ ശുശ്രൂഷകൻ്റെയും അമ്മയാണ്. ആ അമ്മയെക്കുറിച്ച് നിങ്ങൾ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു. നിഹാലിനെയും നേഹയെയും കാർമൽ ഗീതങ്ങളിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് നേഹ മരിയ ജോയ്. ഞാൻ മംഗലാപുരത്ത് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ബേസിക്കലി കോട്ടയത്താണ് ഞങ്ങൾ വീട്, കുടുംബം മുഴുവൻ. ഇപ്പോൾ ഞങ്ങൾ സെറ്റിലായിരിക്കുന്ന കാസർഗോഡാണ്.
മംഗലാപുരത്ത് എന്ത് വർക്ക് ചെയ്യുക? മംഗലാപുരത്ത് ഞാൻ ഫാദമുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ആ, നേഴ്സാണ്. Nurse ആണ്. തീർച്ചയായും പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും ആതുര ശുശ്രൂഷ വേദിയിൽ എല്ലാ നേഴ്സുമാരുടെയും ലീഡറാണ് അല്ലേ? ജോലി കിട്ടിയത് തന്നെ ഒരു ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ജോലി തന്നെയാണ്. ഓക്കെ, അതിലേക്ക് വരാം. ഇനി നിഹാൽ. പേര് നിഹാൽ ജോയ്. ആയ്. ഞാൻ മംഗലാപുരത്ത് ഡിഗ്രി പൂർത്തിയാക്കി. ഈ മാർച്ചിൽ പാസ് ഔട്ടായി. BBA ആയിരുന്നു പഠിച്ചത്. ഇനി MBAക്ക് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഗാന മേഖലയിലേക്ക് പ്രത്യേകിച്ച് ആംഗ്ലയും ബംഗളും കൂടെ നന്നായിട്ട് പാടി കുഞ്ഞുനാൾ മുതലേ ഈ പാട്ടിനോട് എങ്ങനെയാ താല്പര്യമുണ്ടോ? കൊയറിലൊക്കെ പാടുമായിരുന്നു? അതൊക്കെ ഒന്ന് അറിയിച്ചാൽ നല്ല കാര്യമായിരിക്കും. കുഞ്ഞിലേ മുതലേ ഇപ്പം പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കുടുംബത്തിൽ തന്നെ പപ്പായുടെയും മമ്മിയുടെയും വീട്ടിൽ എല്ലാവരും എന്തെങ്കിലും ഒരു ടാലൻ്റ് ഇല്ലാത്ത ആൾക്കാരില്ല. അങ്ങനെ എല്ലാം നല്ല ഉണ്ട് എല്ലാവർക്കും തന്നെ. പിന്നെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു കുഞ്ഞിലെ മുതൽ. നഴ്സറി കാലം മുതലേ പിന്നെ കൊയറിലൊക്കെ 1ാം ക്ലാസ് മുതലേ ഞാൻ പള്ളിയിലെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഗ്രൂപ്പായിട്ടൊക്കെ. പിന്നെ പതുക്കെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ അങ്ങ് ദൈവാനുഗ്രഹം കൊണ്ട് കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തു എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ചോദിക്കട്ടെ, പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവമാവുക? ഇത് പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം നൽകിയുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള അനുഭവവും പ്രതീക്ഷിക്കുക. അനുഭവം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്ക് മാതാവുമായിട്ടുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. അതായത് എന്നെ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിൽ കൊണ്ട് എന്നെ ഹോസ്റ്റലിൽ ചേർത്തായിരുന്നു. ചേച്ചി +2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കുമ്പോൾ അപ്പോൾ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കുമായിരുന്നു. മംഗലാപുരത്ത് ഇടുക്കിയിൽ മോൺഫോർട്ട് സ്കൂളിലായിരുന്നു ചേർത്ത്. അപ്പം ആദ്യം കൊണ്ട് ചേർക്കുമ്പം എനിക്കറിയത്തില്ല, ഹോസ്റ്റൽ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഹോട്ടലിനാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ ചെന്നു. അപ്പം എൻ്റയർലി ഡിഫറെൻറ്റ്, ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം പെട്ടെന്ന് ഒറ്റയടിക്ക് മമ്മിയും പപ്പായും ചേച്ചിയും എല്ലാം കൂടെ എന്നെ വിട്ടേച്ച് അങ്ങ് പോവുക. അപ്പം ഞാൻ അപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. അപ്പം എനിക്ക് കരച്ചിൽ നിർത്താനായിട്ട് ഒരു രീതിയിലും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾ കരയുന്നത് തന്നെയായിരുന്നു. ഞാൻ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെ ഞാൻ അപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞാണ്, ഞായറാഴ്ചയാണ് ഞാൻ ചാപ്പലിൽ പോകുന്നത്. മോൺഫോർട്ടിലെ ചാപ്പലിൽ ചെല്ലുമ്പോഴത്തേക്കും മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ ഞാൻ ആ രൂപത്തിന് മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉടനെ മമ്മിയുടെ ഓർമ്മ വന്നു. എനിക്ക് ഇന്നും ഒരു പാട്ട് ഞാൻ പറയാം. ഇന്നും ആ പാട്ടിൻ്റെ പൂർണ്ണ രൂപം എനിക്കറിയത്തില്ല. അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ടാണ് എന്നമ്മയോർക്കുമ്പോൾ. ആ പാട്ട് ഞാൻ അതിൻ്റെ 2 ലൈനേ പാടുള്ളൂ. പക്ഷെ ആ 2 ലൈൻ പാടി കഴിയുമ്പം ഞാൻ കരയുമായിരുന്നു. ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പോയിരുന്നു. അപ്പം ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഈ പാട്ട് ഞാൻ പാടും. അത് എനിക്ക് ഒരു ഭയങ്കര ഫീലാണ്. അപ്പം ഞാൻ പാടുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുപ്പം മുതൽ ഈ സമയം വരെ ഞാൻ എങ്ങനെ നടന്നിട്ടുണ്ടോ അതെല്ലാം ഈശോയുടെ മാതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. അത് നിഹാലിൻ്റെ മുഖത്തു നിന്ന് വ്യക്തമാണ്. കാരണം പരിശുദ്ധ അമ്മയെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖ പ്രശാന്തത അത് നിഹാലിനുണ്ട്. ആ ഊർജ്ജസ്വലതയുണ്ട്. അത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നിഹാൽ എന്ന ആ വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി എന്ന് ഞാൻ പറയും. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് എത്രയോ ആഹ്ലാദത്തോടെയാണ് ആ മോൻ പാടിയത്. മോൺഫോർട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പപ്പയും അമ്മയും കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ഏകാന്തത. നമുക്കറിയാം, മോൺഫോർട്ട് സ്കൂള് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പരിശുദ്ധ അമ്മയെ എത്രമാത്രം പ്രകീർത്തിച്ച വിശുദ്ധരുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം ജീവിതം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട്. അതേ നാമത്തിലുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മവൻ കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്നാണ് തന്നെ വളർത്തിയെന്ന് പറയുമ്പോൾ എല്ലാ യുവജനങ്ങൾക്കും, എല്ലാ യുവത്വങ്ങൾക്കും അതൊരു വലിയ മാതൃകയാണ്. യുവജനങ്ങളായി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈശോയെ നന്മ നിറഞ്ഞ പാതയിൽ വളർത്തിയ അമ്മ യുവത്വങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഈശോയുടെ യുവത്വ തിരുഹൃദയ സ്നേഹം അവരിലേക്ക് പകർന്നിടുവാൻ അമ്മ എപ്പോഴും സന്നദ്ധയാണ്. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുന്ന യുവത്വങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. എല്ലാ യുവജനങ്ങളെയും ഹൃദയപൂർവ്വം ഈ നന്മ നിറഞ്ഞ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
സർവജനത്തിനും നീ അമ്മേ സ്വസ്തി സ്വസ്തി. ദൈവത്തിൻ മാതാവായി തീർന്നവളെ, വൈഭവം താഴ്മയായി തീർത്തവളെ, ദൈവത്തിൻ മാതാവായി തീർന്നവളെ, വൈഭവം താഴ്മയായി തീർത്തവളെ, ദൈവത്തിൻ കൃപയാൽ നിറഞ്ഞവളെ, സ്വസ്തി സ്വസ്തി സ്വസ്തി. നാഥേ നീ എൻ സമ്മാനം, നാഥൻ നൽകിയ സമ്മാനം. സഹനത്തിൽ വിശ്വാസം കോട്ടയാക്കി, വിനയത്തിൻ രാജ്ഞിയായി വാണവളെ, സഹനത്തിൽ വിശ്വാസം കോട്ടയാക്കി, വിനയത്തിൻ രാജ്ഞിയായി വാണവളെ, ദൈവത്തിൻ മകളും അമ്മയും നീ, സ്വസ്തി സ്വസ്തി സ്വസ്തി. നാഥേ നീ എൻ സമ്മാനം, നാഥൻ നൽകിയ സമ്മാനം. നാഥയായി വാഴൂ സർവജനത്തിനും നീ അമ്മേ സ്വസ്തി സ്വസ്തി. നാഥേ നീ എൻ സമ്മാനം, നാഥൻ നൽകിയ സമ്മാനം. നാഥൻ നൽകിയ സമ്മാനത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടി നേഹ മനോഹരമായ ഒരു വിരുന്ന് ഞങ്ങൾക്ക് നൽകി. നേഹയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെ ഇടപെടുന്നു, ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഇടപെട്ടു, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ അനുഭവമായിരിക്കും. ഒന്ന് പങ്കുവയ്ക്കൂ. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ സമ്മാനം റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥനാ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ആത്മീയ ഗുരുക്കന്മാരും ഒത്തിരി ഉണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടും പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അമ്മച്ചിമാർ തന്നെ അതിനുവേണ്ടി തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചിമാർ രണ്ടുപേരും, ഒരമ്മച്ചി മരിച്ചുപോയി, പപ്പയുടെ അമ്മ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടിയ ഒരു കുടുംബത്തിലേക്കാണ് എനിക്ക് പോകാനായിട്ട് അനുഗ്രഹിച്ചത്. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ പപ്പായ്ക്ക് ഭയങ്കര ഭക്തിയാണ്. മാതാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യൂ, അങ്ങനെ ഒരു ഭയങ്കര ഭക്തിയാണ് പപ്പായ്ക്ക്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം നോക്കിക്കോളും, അങ്ങനെ ഒരു രീതിയിലാണ് പപ്പ. പപ്പയുടെ അമ്മയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രതിഫലനമായിരിക്കും മക്കൾ ഇവിടെ വന്ന് അമ്മയെക്കുറിച്ച്. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. പപ്പായ്ക്ക് അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് മാതാവിനോട്. അപ്പോൾ ഇങ്ങനെ പപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേളാങ്കണ്ണി പോയിട്ട് ഞാൻ അമ്മയോട് പറയും. അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് വേളാങ്കണ്ണി പോയേക്കാം, വരാം, നല്ലൊരു
കുടുംബം അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണി പോയി ഒരു ജൂൺ ജൂലൈ മാസത്തിലെങ്ങാണ്ടാണ് പോയത്. അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിൻസ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്, മാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പം ജിൻസിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചന വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കല്യാണം പെട്ടെന്ന് തന്നെ, അതായത് എല്ലാ ഒരു ദൈവിക ഇടപെടലിലൂടെ തന്നെ വളരെ നന്നായിട്ട് തന്നെ നടന്നു. സിമ്പിളായിട്ട് എന്നാൽ വളരെ നന്നായിട്ട് തന്നെ നടന്നു ഞങ്ങളുടെ കല്യാണം. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കേണ്ടതാണ് പറയുന്നത്, ഞങ്ങളൊരു ജൂൺ ജൂലൈ മാസത്തിലാണ് പോയതെങ്കിൽ ഒരു ഏപ്രിൽ മെയ് ആ ഒരു സമയത്തായിരുന്നു തോന്നുന്നു ജിൻസും കുടുംബവും വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുൾ ഫാമിലി വാലയിൽ നിന്നാണ് വീട്ടിൽ വരും. അപ്പോൾ ഞങ്ങൾ അവർ ഫുൾ ഫാമിലി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവരും ഈ ഒരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നു അവരുടെ യാത്രയ്ക്ക്, ജിൻസിൻ്റെ കല്യാണക്കാര്യം. അപ്പം ഞങ്ങൾ പോയതും ഞങ്ങളുടെ മെയിൻ ഇൻറ്റൻഷൻ എൻ്റെ കല്യാണക്കാരായി. അപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറയായിരുന്നു, അപ്പം മാതാവ് ഓക്കെ എന്നാൽ ഒരു ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു പെണ്ണ് എന്നാൽ പിന്നെ ഇവരെ തന്നെ അങ്ങ് ഒന്നിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം യാത്ര പോയത് വേളാങ്കണ്ണിയിലേക്കാണ്. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും ചോദിക്കുമായിരുന്നു, ആദ്യം യാത്ര പോകുന്ന എല്ലാവരും വേളാങ്കണ്ണിയിലോട്ട് ആരെങ്കിലും പോവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതൊരു എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ജിൻസിനോട്, നമുക്ക് അങ്ങനെ പോകാം. പക്ഷേ ഇങ്ങോട്ട് ജിൻസ് അങ്ങനെ തന്നെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞു. ഇന്നും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. എത്രയോ സുന്ദരമായ ഒരു അനുഭവം തന്നെയാണ് നമ്മൾ ശ്രവിച്ചത്. ഒരു കുടുംബം രൂപീകരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനുള്ള ആ രൂപീകരണത്തിൽ പരിശുദ്ധ അമ്മ പങ്കാളിയായി മാറുകയാണ്. ഒരു കുടുംബം മുഴുവൻ പോയി വേളാങ്കണ്ണിയിൽ അമ്മേ ഒരു നല്ല ചെറുക്കനെ കിട്ടുവാൻ, പെൺകുഞ്ഞും കുടുംബങ്ങളും പെൺകുഞ്ഞും മാതാപിതാക്കളും സഹോദരങ്ങളും പോയി. അതുപോലെ തന്നെ മറ്റൊരു കുടുംബം നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടുവാനുള്ള ആഗ്രഹവുമായി മറ്റൊരു കുടുംബവും. അതാ ആ അമ്മ വഴി ദൈവം സ്നേഹ സമ്മാനം നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെട്ട ഒരു കുടുംബം. അതെ, പരിശുദ്ധ അമ്മ എല്ലാ കുടുംബങ്ങൾക്കും സ്നേഹ സമ്മാനമാണ്. അമ്മയുടെ സ്നേഹലാളന ഏറ്റുവാങ്ങുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത്, ഒരേ മനസ്സോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ സ്നേഹ സമ്മാനത്തെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാം. ഈശോ തന്ന സമ്മാനം ഇതാ നിൻ്റെ അമ്മയെന്ന സ്നേഹ സമ്മാനം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈശോ ഞങ്ങൾക്ക് നൽകിയ സ്നേഹ സമ്മാനമേ, അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. നന്മയിലും വിശ്വസ്തതയിലും സമാധാനത്തിലും ശാന്തിയിലും സമാധാനത്തിൻ്റെ രാജ്ഞി അമ്മ നയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനകളും അർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ, എപ്പോഴും കാവലും കോട്ടയുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവീക വഴിത്താരയിൽ ചേർത്ത് പിടിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ നയിക്കണമേ. ആമേൻ.